അപ്പോൾ നമ്മൾ നോൺ കോഡേറ്റാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് 2 ഫൈലം നമ്മൾ ആൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഫൈലം പോർഫിറ ആൻഡ് സിലിണ്ടറേറ്റ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മൂന്നാമത്തെ ഫൈലം ടീനോഫോറ എന്ന് പറയുന്ന ഫൈലമാണ്. ഫൈലം ടീനോഫോറയെ അറിയപ്പെടുന്നത് കോമ്പ് ജെല്ലീസ് എന്ന് പറയാറുണ്ട്, സീ വാൾനട്ടുകൾ എന്ന് പറയാറുണ്ട്. ഇതിനകത്ത് വരുന്ന ഓർഗാനിസംസിനെ മെയിനായിട്ട് അറിയപ്പെടുന്നത് കോമ്പ് ജെല്ലീസ് എന്ന് പറയാറുണ്ട്. കാരണം ഇതിനകത്ത് വരുന്ന ഓർഗാനിസംസ് എന്ന് പറയുന്നത് ജെല്ല് പോലുള്ള ഓർഗാനിസംസാണ്. നമ്മുടെ നെല്ലിക്കയൊക്കെ പോലെ ഇരിക്കുന്ന ഓർഗാനിസമാണ് ഇതിനകത്ത് വരിക. അതുപോലെ തന്നെ ഇതിൻ്റെ ഷേപ്പ് വെച്ച് നോക്കിയാൽ, ഇതിൻ്റെ അപ്പിയറൻസ് വെച്ച് നോക്കിയാൽ, വാൾനട്ട് എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു ഡ്രൈ ഫ്രൂട്ട് വാൾനട്ട്. ഈ വാൾനട്ട് പോലെ ഇരിക്കുന്ന ഒരു ഓർഗാനിസമാണ് ഈ ഫൈലം ടീനോഫോറയിൽ വരുന്ന ഓർഗാനിസംസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ അറിയപ്പെടുന്നത് സീ വാൾനട്ടുകൾ എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ കോമ്പ് ജെല്ലീസ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഈ 2 ടേമുകൾ ഓർത്ത് വെച്ചേക്കാം. ഇതിനകത്ത് വരുന്ന ഓർഗാനിസംസ് ഒക്കെ മറൈൻ ഓർഗാനിസംസ് ആണ്, കടലിൽ കാണപ്പെടുന്ന ഓർഗാനിസംസ് ആണ് ഇതിനകത്ത് വരിക. ബാക്കി ക്യാരക്ടേഴ്സ് നോക്കിയാൽ റേഡിയലി സിമ്മട്രിക്കലാണ് ഈ ഓർഗാനിസംസ്. റേഡിയലി സിമ്മട്രിക്കൽ, നമുക്ക് ഏത് സെക്ഷനിലൂടെ മുറിച്ച് കഴിഞ്ഞാലും നമുക്ക് ഈക്വൽ ഹാവ്സ് കിട്ടത്തക്ക രീതിയിലുള്ള ഓർഗാനിസംസ് ആണ് ഇതിനകത്തുണ്ടാകുക. ഏത് ആക്സിസിലൂടെ ഉള്ള കട്ടും എന്ത് ചെയ്യും, അതിനെ ഈക്വൽ ഹാവ്സ് ആയിട്ട് മാറ്റുന്ന റേഡിയലി സിമ്മട്രിക്കൽ. നമ്മൾ നേരത്തെ പഠിച്ച ഫൈലത്തിൻ്റെ ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് പഠിച്ച അല്ലെങ്കിൽ ഓർഗാനിസംസിൻ്റെ ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് പഠിച്ച ക്യാരക്ടേഴ്സ് എല്ലാം ഇവിടെ ആ ടേമുകളെല്ലാം ഓർത്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ കംപ്ലീറ്റ്ലി മറൈൻ ഓർഗാനിസംസ് ആണ്. അതുപോലെ തന്നെ ദേ ആർ റേഡിയലി സിമ്മട്രിക്കൽ. അതുപോലെ തന്നെ ദേ ആർ ഡിപ്ലോബ്ലാസ്റ്റിക്. ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് ഇതുവരെയും കയറിയിട്ടില്ല. അവർ ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ് ആണ്. ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസം, റേഡിയലി സിമ്മട്രിക്കൽ. ഇനി ഇവരുടെ സീലോമിനെ കുറിച്ച് നോക്കിയാൽ സീലോം ഒന്നും എന്തായിട്ടില്ല, റെഡി ആയിട്ടില്ല. സീലോമൊക്കെ ഇനി കറക്റ്റായിട്ടുള്ള സീലോമൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ. ഓർഗനൈസേഷൻ എങ്ങനെയായിരിക്കും, ബോഡിയുടെ ആ ബിൽഡിംഗ് മെക്കാനിസം എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബിൽഡിംഗ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഓർഗൻ ലെവലിലേക്ക് പോലും കയറിയിട്ടില്ല. ആരുടെ ക്യാരക്ടർ? നമ്മുടെ സിലിണ്ടറേറ്റയുടെ ക്യാരക്ടർ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് മാറാത്ത ഓർഗാനിസംസ് ആണ്. ടിഷ്യൂ ഗ്രേഡ് ഓഫ് ഓർഗനൈസേഷൻ, ഓർഗൻ ലെവലൊക്കെ ഇനി വരുന്നതേ ഉള്ളൂ. കംപ്ലീറ്റ് ആയിട്ടുള്ള ഓർഗനായിട്ട് വരുന്നതൊക്കെ ഇനി പ്ലാറ്റിഹെൽമിന്തസ് തൊട്ടേ തുടങ്ങുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. എന്തൊക്കെയാണ്? റേഡിയലി സിമ്മട്രിക്കൽ ആണ്. ഇനി ബ്ലാസ്റ്റിക് കണ്ടീഷൻ എന്ന് പറയുന്നത് ഡിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷനാണ്. ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് അവർക്ക് കാണപ്പെടുക. ബോഡിയിൽ എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതുപോലെയാണ് ഓർഗാനിസം ഇരിക്കുന്നതെങ്കിൽ ഇതിനകത്ത് ഇതുപോലെ 8 ചാലുകളായിട്ട് വരുന്ന സ്ട്രക്ചറുകൾ ഉണ്ടാകും. നമ്മൾ സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്നൊരു സാധനത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മുടെ ആനപ്പുളിഞ്ചി എന്നൊക്കെ പറയുന്ന ഒരു ഫ്രൂട്ടുണ്ട്. ആ ഫ്രൂട്ടിൻ്റെ അതേ സ്ട്രക്ചറാണ് ഇതിനകത്ത് വരിക. അതിൻ്റെ വശങ്ങളിലായിട്ട് ഇതുപോലെ വശങ്ങളിൽ 8 ചാലുകളുണ്ടാകും. ഈ ചാലുകൾ നമ്മൾ പറയുന്ന പേര് കോമ്പ് പ്ലേറ്റ്സ് എന്നാണ് പറയുക. എന്താണ് പറയുക? കോമ്പ് പ്ലേറ്റ്സ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഈ കോമ്പ് പ്ലേറ്റ്സ് എന്ന് പറയുന്ന ഈ സ്ട്രക്ചറുകൾ അനക്കിയിട്ടാണ് അവർ എന്ത് ചെയ്യുക, മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവരുടെ ലോക്കോമോട്ടറി ഓർഗൻസ് ഓഫ് ഫൈലം ടീനോഫോറ ഇറ്റ് ഈസ് കാൾഡ് ദ കോമ്പ് പ്ലേറ്റ്സ്. അവരെയാണ് കോമ്പ് പ്ലേറ്റുകൾ എന്ന് പറയുക. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയിലേക്ക് പോവുകയാണ്. ഈ ഫൈലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ഇവർക്ക് സ്വയം പ്രകാശിക്കുന്നതിനുള്ള കഴിവുണ്ടായിരിക്കും. ബയോലൂമിനസെൻസ് എന്നാണ് ആ പ്രത്യേകതയെ പറയുക. ബയോലൂമിനസെൻസ് ഉണ്ടായിരിക്കും. ബയോലൂമിനസെൻസ് ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണിത്. കോമ്പ് പ്ലേറ്റ്സും ബയോലൂമിനസെൻസും ഓർത്തിരിക്കുക. ഇതിനകത്ത് ബയോലൂമിനസെൻസ് എന്ന് പറഞ്ഞാൽ ഇവരുടെ പുറത്ത് പ്രകാശം വീണ് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിൽ അവരിനകത്ത് നിന്ന് പ്രകാശം വന്നുകൊണ്ടേയിരിക്കും. അത് ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. ഇവരുടെ ഡൈജഷൻ എന്ന് പറഞ്ഞാൽ, ഡൈജഷൻ ഈസ് അത് 2 തരത്തിലുള്ള ഡൈജഷനും കാണിക്കും. ഏതാ? എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷനും ഇൻട്രാ സെല്ലുലാർ ഡൈജഷനും കാണിക്കുന്ന ഓർഗാനിസംസ് ഉണ്ടായിരിക്കും. ചിലതിനകത്ത് ചില ജീവികളുടെ ഡൈജഷൻ നടക്കുന്നത് ആ സെല്ലുകൾക്ക് ഉള്ളിൽ വെച്ചായിരിക്കും. ചിലതിനകത്ത് ഡൈജഷൻ നടക്കുന്നത് സെല്ലുകൾക്ക് വെളിയിൽ വെച്ചായിരിക്കും. 2 തരത്തിലുള്ള ഡൈജഷനും ഉണ്ടായിരിക്കും. ഇവിടെ ഡൈജഷനൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല. ഓക്കെ, കാരണം പ്രിമിറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് ഇതിനകത്തുണ്ടാകുക. ദെൻ ഇവരുടെ സെക്സിനെ കുറിച്ച്, മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ആക്കിയിട്ടില്ല. അതൊക്കെ സെപ്പറേറ്റ് ആകുന്ന കണ്ടീഷനൊക്കെ അഡ്വാൻസ്ഡ് ക്യാരക്ടർ ഇനി വരുന്നതേ ഉള്ളൂ. അപ്പം സെക്സിനെ കുറിച്ച് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. സെക്സ് നോട്ട് സെപ്പറേറ്റ്. ഇനി ഇവർ സെക്ഷൽ റീപ്രൊഡക്ഷൻ
പെർഫോം ചെയ്യുമെന്ന് വെച്ചാൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ പെർഫോം ചെയ്യുന്നുണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷൻ കാണിക്കുന്നുണ്ട്. അത് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനും ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റുമാണ്. കാരണം ഇവർക്ക് ലാർവൽ സ്റ്റേജ് ഉണ്ടായിരിക്കും, ലാർവൽ സ്റ്റേജ് ഉണ്ട്. അതുപോലെ തന്നെ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ആണ്, കാരണം ഇവർ വാട്ടറിൽ കാണപ്പെടുന്നതാണ്. വാട്ടറിലേക്ക് ഇവരുടെ ഗ്യാമറ്റുകൾ റിലീസ് ചെയ്ത് അതിൻ്റെ ബോഡിക്ക് വെളിയിൽ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക. ക്ലിയർ ആയോ? ഇനി ഇതിനകത്തുള്ള 2 ഓർഗാനിസംസിൻ്റെ പേര് കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഒന്ന് പ്ലിയൂറോബ്രാക്കിയ എന്ന് പറയുന്ന ഓർഗാനിസം, പ്ലിയൂറോബ്രാക്കിയ. പിന്നെ ഒരെണ്ണം ടീനോപ്ലാന എന്ന് പറയുന്ന വേറൊരു ഓർഗാനിസം. ഈ 2 പേരുടെ പ്രത്യേകത, 2 പേരുകളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇതിനകത്ത് ഒന്നുകൂടെ ഞാൻ ഫൈലത്തിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞുതരാം. ഫൈലം ടീനോഫോറ, പ്രധാനപ്പെട്ട ക്യാരക്ടർ, ഇവരെ പൊതുവിൽ അറിയപ്പെടുന്നത് സീ വാൾനട്ടുകളെന്നും അതുപോലെ തന്നെ കോമ്പ് ജെല്ലീസ് എന്നും അറിയപ്പെടാറുണ്ട്. ഇവരുടെ ജനറൽ ക്യാരക്ടേഴ്സ് റേഡിയലി സിമെട്രിക്കലാണ്, ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് കാണപ്പെടുക. കംപ്ലീറ്റ്ലി മറൈൻ ഓർഗാനിസം, എല്ലാവരും ഇതിനകത്ത് വരുന്ന ഓർഗാനിസംസ് എല്ലാം മറൈൻ ഓർഗാനിസംസും ആയിരിക്കും. ദെൻ അടുത്ത പ്രത്യേകത നമ്മൾ പറഞ്ഞത്, ഇവർക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് കോമ്പ് പ്ലേറ്റുകൾ എന്ന് പറയുന്ന 8 സ്ട്രക്ചറുകൾ, 8 റോസ് ഓഫ് സ്ട്രക്ചേഴ്സ് ഉണ്ടാകും. അതിനെ നമ്മൾ കോമ്പ് പ്ലേറ്റുകൾ എന്നാണ് പറയുക. ദീസ് ആർ ദ ലോക്കോമോട്ടറി ഓർഗൻസ് ഓഫ് ഫൈലം ടീനോഫോറ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, കോമ്പ് പ്ലേറ്റ്സ് എന്നാണ് പറയുക. അവരുടെ ലോക്കോമോട്ടറി ഓർഗൻ ഇതാണ്. അതുപോലെ തന്നെ അടുത്ത പ്രത്യേകത നമ്മൾ ബയോലൂമിനസൻസിനെ കുറിച്ച് പറഞ്ഞു. ദേ ക്യാൻ എമിറ്റ് ലൈറ്റ്, അവർക്ക് പ്രകാശം പുറപ്പെടുവിക്കാൻ കഴിയുന്നത് കൊണ്ട് നമ്മളതിനെ ബയോലൂമിനസൻസ്, ബയോ എന്ന് പറഞ്ഞാൽ ജീവനുള്ളത്, ലൂമിനസൻസ് അതിനകത്ത് പ്രകാശം പുറപ്പെടുവിക്കുന്നവർ. അപ്പം ബയോലൂമിനസൻസ് കണ്ടീഷൻ ഉള്ളവരാണ് ഈ ഗ്രൂപ്പുകാർ. അവർ ഈ ഫൈലത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. പിന്നെ നമ്മൾ പറഞ്ഞ ജനറൽ ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ്. ഡൈജഷനെ കുറിച്ച് പറഞ്ഞു. ഡൈജഷൻ 2 ഡൈജഷനും കാണിക്കുന്നുണ്ട്. എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷനും ഇൻട്രാ സെല്ലുലാർ ഡൈജഷനും ഇവർ കാണിക്കാറുണ്ട്. പിന്നെ ഇവരുടെ സെക്സിനെ കുറിച്ച് പറഞ്ഞു. സെക്സ് സെപ്പറേറ്റ് അല്ല, മെയിൽ ഓർഗാനിസവും ഫീമെയിൽ ഓർഗാനിസത്തിൻ്റെയും സ്ട്രക്ചറുകൾ ഒരു ഓർഗാനിസത്തിൽ തന്നെ കാണപ്പെടും. ഒരു ബൈസെക്ഷൽ ഓർഗാനിസംസ് ആണ്, സെക്സ് സെപ്പറേറ്റ് അല്ല. റീപ്രൊഡക്ഷൻ നടക്കുന്നതെന്ന് പറഞ്ഞാൽ, അല്ലെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ബോഡിക്ക് വെളിയിൽ വെച്ചിട്ടാണ്, എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനാണ് നടക്കുക. അതുപോലെ ഇവരുടെ പുതുതായിട്ടുണ്ടാകുന്ന ലാർവകൾ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ലാർവകൾ ഉണ്ടായിട്ടാണ് ഓർഗാനിസം ഉണ്ടാകുക. അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് അല്ല, ഇടയ്ക്കൊരു ലാർവൽ സ്റ്റേജ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ നമ്മൾ 2 ഓർഗാനിസത്തിന്റെ പേരും പറഞ്ഞു. എന്തൊക്കെയാ? പ്ലിയൂറോബ്രാക്കിയ എന്നും ടീനോപ്ലാന എന്നും പറയുന്ന 2 ഓർഗാനിസംസും ഇതിനകത്തുണ്ടാകും. ഇത്രയേ ഉള്ളൂ ഫൈലം ടീനോഫോറയെ കുറിച്ച്. ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കാനുള്ള ഫൈലം എന്ന് പറയുന്നത് ഫൈലം പ്ലാറ്റി ഹെൽമിന്തസിനെ കുറിച്ചാണ്. ഹെൽമിന്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ് ഹെൽമിന്ത് എന്ന് പറഞ്ഞാൽ. നമുക്ക് വീട്ടിലൊക്കെ കുട്ടികളുണ്ടെങ്കിൽ വിരശല്യം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കുട്ടികൾക്ക് മരുന്ന് മേടിച്ചു കൊടുക്കും. മരുന്നിനകത്ത് മരുന്നിൻ്റെ കുപ്പി എടുത്ത് നോക്കിയാൽ അതിനകത്ത് എഴുതിയിട്ടുണ്ടാകും ആൻറ്റി ഹെൽമിന്തിക് എന്ന്, അതായത് വിരകൾക്ക് എതിരെ കൊടുക്കുന്ന മരുന്ന്. അപ്പം ഹെൽമിന്ത് എന്ന് പറഞ്ഞാൽ വാക്കിനർത്ഥം വിരകൾ അല്ലെങ്കിൽ വേംസ് എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഫൈലം പ്ലാറ്റി ഹെൽമിന്തസ് എന്ന് പറയുന്ന ആരെക്കാളും, പോറിഫറയേക്കാളും സിലിണ്ടറേറ്റേക്കാളും ടീനോഫോറേക്കാളും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ക്യാരക്ടറായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉള്ള ഓർഗാനിസംസ് ആണ് ഇതിനകത്ത് വരിക. ഫൈലം പ്ലാറ്റി ഹെൽമിന്തസ്. പ്ലാറ്റി എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് എന്നാണ് അർത്ഥം, പരന്നത് എന്നാണ് അർത്ഥം. ഹെൽമിന്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വേംസ് എന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഓർഗാനിസംസ് ദേ ആർ ദ ഫ്ലാറ്റ് വേംസ്, പരന്ന വിരകളാണ് ഈ ഗ്രൂപ്പിനകത്ത് വരുന്ന ഓർഗാനിസംസ്. അവരെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു റിബൺ പോലെ ശരീരമുള്ള അല്ലെങ്കിൽ പരന്ന് മുകളിലും താഴെയും പരന്ന ഡോഴ്സോ വെൻട്രലി ഫ്ലാറ്റൻഡ് ബോഡി ഉള്ളവരായിരിക്കും ഇതിനകത്തുള്ള ഓർഗാനിസംസ് എന്ന് പറയും. ഇനി നമ്മളിതിൻ്റെ ഫൈലത്തിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സിൽ പോവുകയാണ്. ഇതിനകത്ത് 1-2 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകൾ ഉണ്ടായിരിക്കും. പരീക്ഷയ്ക്ക് എന്നും ചോദിക്കുന്ന 1-2 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളുണ്ട്, അത് നോട്ട് ചെയ്യണം. ഓക്കെ, നമ്മളിത് ജനറൽ ക്യാരക്ടേഴ്സിലേക്ക് പോവുകയാണ്. ഇതിനകത്ത് വരുന്ന ഓർഗാനിസംസ് മിക്കവാറും ഒക്കെ മോസ്റ്റ്ലി ദേ ആർ എൻഡോ പാരസൈറ്റ്സ്. അവർ മറ്റു ജീവികളുടെ ശരീരത്തിനകത്ത് പാരസൈറ്റുകളായിട്ട്, പരാതങ്ങളായിട്ട് അവരുടെ രക്തമൊക്കെ ഊറ്റി കുടിച്ച് കിടക്കുന്ന ജീവികളായിരിക്കും ഇതിനകത്ത് വരുന്ന മോസ്റ്റ് ഓഫ് ദ ഓർഗാനിസംസ്. ഇതിനകത്ത് ഒരു ഓർഗാനിസത്തിന് ഞാൻ വേറെ പറഞ്ഞു തരും. ഫ്രീ ലിവിങ് ആയിട്ടുള്ള, അങ്ങനെ പാരസൈറ്റ് ആയിട്ടല്ലാതെ ഫ്രീ ആയിട്ട് ജീവിക്കുന്ന വേറെ ഒരു ഓർഗാനിസം ഉണ്ടാകും. അതിൻ്റെ പേര് മാത്രം പരീക്ഷയ്ക്ക് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കും. വിച്ച് ഈസ് ദ ഫ്രീ ലിവിങ് ഫ്ലാറ്റ് എലിമെന്റ്സ് അല്ലെങ്കിൽ ഫ്ലാറ്റ് വേം ഏതാണെന്ന് ചോദിക്കും. ഓക്കെ, അതിൻ്റെ പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇറ്റ് ഈസ് ദ പ്ലനേറിയ. അപ്പം അയാളെ ഒന്ന് നോട്ട് ചെയ്യും, പ്ലനേറിയ. ഫ്രീ ലിവിങ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ് എലിമെന്റിൻ്റെ പേരാണ് പ്ലനേറിയ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ക്യാരക്ടേഴ്സിൽ വരിക. എന്താണ് ഇതിൻ്റെ സിമ്മെട്രി?
ഇവരുടെ സിമ്മട്രി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇവർ പരന്നിരിക്കുന്ന ഓർഗാനിസംസ് ആണ്. അപ്പോൾ സിമ്മട്രി എന്തായിരിക്കും? ബൈലാറ്ററലി സിമ്മട്രിക്കൽ ആണ് ഇവരുടെ പ്രത്യേകത, ബൈലാറ്ററലി സിമ്മട്രിക്കൽ. ഇനി ഇവരുടെ ബ്ലാസ്റ്റിക് കണ്ടീഷൻ, ഇത്രയും നേരം നമ്മൾ പഠിച്ചു വന്നത് ഡിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷനാണ്, 2 ജേം ലെയറുകളുള്ള കണ്ടീഷനാണ് നമ്മൾ പഠിച്ചു വന്നത്. ഇവിടെയാണ് ആദ്യമായിട്ട് ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയുന്ന കണ്ടീഷൻ തുടങ്ങുക, ട്രിപ്ലോബ്ലാസ്റ്റിക്. അപ്പോൾ ആദ്യം പറഞ്ഞ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബൈലാറ്ററലി സിമ്മട്രിക്കൽ ആണ്. ഇപ്പോൾ പറയുന്നത് അതിൻ്റെ ബ്ലാസ്റ്റിസിറ്റിയാണ്, എന്താണ്? ട്രിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ ആണ് ഇവിടെ ഉണ്ടാകുക. ദെൻ ഇവരുടെ സീലോമിനെ കുറിച്ച്, എന്താണ് സീലോമിൻ്റെ പ്രത്യേകത? ഇത്രയും നേരം നമ്മൾ പഠിച്ചു വന്നതിനകത്ത് ഓർഗാനിസത്തിന് ഡിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ ആയിരുന്നു. അതായത് ഏതൊക്കെ ലെയറുകൾ? എക്ടോഡേമും എൻഡോഡേമും ഉണ്ടായിരുന്നുള്ളൂ, മീസോഡേം എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടായിരുന്നില്ല. മീസോഡേം വെച്ചിട്ട് കവർ ചെയ്ത സ്പേസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സീലോം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത്രയും നേരം പഠിച്ചതിനകത്ത് ഡിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷനിൽ അങ്ങനെ മീസോഡേം ഇല്ല, അപ്പോൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സംവിധാനമില്ല. അതുകൊണ്ട് നമ്മൾ സീലോമിനെ കുറിച്ച് മിണ്ടിയതേ ഇല്ല. ഇവിടെ നമ്മൾ പറയുന്നു 3 ജേം ലെയേഴ്സ് ഉണ്ട്. ട്രിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷനാണ്. എക്ടോഡേം, എൻഡോഡേം ആൻഡ് മീസോഡേം 3 ജേം ലെയറുകളും ഉണ്ട്. അപ്പം ഈ മീസോഡേമിൻ്റെ ഇടയിൽ എന്ത് ചെയ്യണം? സ്പേസ് ഉണ്ടാകണം. ഉണ്ടായാൽ അത് സീലോമിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. ഇവിടെ ജേം ലെയേഴ്സ് ഉണ്ടെങ്കിലും ഇതിനിടയിൽ എന്തുണ്ടാവില്ല? സീലോം ആബ്സെൻ്റ് ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? എസീലോമേറ്റ് ഓർഗാനിസംസ്. പ്രത്യേകത എസീലോമേറ്റ്സ്. അപ്പോൾ ആദ്യത്തെ എസീലോമേറ്റ് ഗ്രൂപ്പ് ഫൈലം പ്ലാറ്റി ഹെൽമിന്തസ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, എസീലോമേറ്റ് ഓർഗാനിസംസ്. ഇനി ഇവരുടെ ഓർഗനൈസേഷനെ കുറിച്ച് പറയുകയാണ്. എന്താണ് ഓർഗനൈസേഷൻ്റെ പ്രത്യേകത? ഇത്രയും നേരം നമ്മൾ പഠിച്ചതിനകത്ത് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ മുതലാണ് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ശരീരത്തിലെ അവയവങ്ങൾ എന്ന് പറഞ്ഞിട്ട് പാർട്ടുകൾ പറയുന്ന ഹെഡ് എന്ന് പറഞ്ഞിട്ടൊരു പാർട്ട് കാണിക്കാം. നമ്മൾ സിലിണ്ടറേറ്റിലൊക്കെ പറഞ്ഞാൽ നമ്മൾ ടിഷ്യൂ ലെവൽ, അവിടെയൊന്നും ഓർഗനൊന്നും ആയിട്ടില്ല. നമ്മൾ എന്തിരുന്നു? ആം ലൈക്ക് സ്ട്രക്ചറുകൾ, ഫൂട്ട് ലൈക്ക് സ്ട്രക്ചറുകളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ എന്ന് പറയുന്നത് കൃത്യമായിട്ട് അവർക്ക് ഓർഗനുകൾ ഉണ്ടാകും. ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ് ഇവിടെ കാണപ്പെടുക. അപ്പോൾ ഇനി അടുത്ത പ്രധാനപ്പെട്ട പ്രത്യേകത ഞാൻ പറഞ്ഞു, എന്താണ്? ഇവർ എൻഡോ പാരസൈറ്റുകളാണ്. പാരസൈറ്റുകളായിട്ട് മറ്റു ജീവികളുടെ ശരീരത്തിനകത്താണ് കാണപ്പെടുക എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ പാരസൈറ്റായിട്ട് ജീവിക്കുന്നതിന് ഫൈലം പ്ലാറ്റി ഹെൽമിന്തസിൽ വരുന്ന ഓർഗാനിസംസിന് എന്ത് പ്രത്യേകത ഉണ്ടാകും? അവർക്ക് കുറച്ച് അഡാപ്റ്റേഷൻസ്, കുറച്ച് മോഡിഫിക്കേഷൻസ് അവരുടെ ശരീരത്തിലുണ്ടാകും. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുക? ഈ മറ്റു ജീവികളുടെ ശരീരത്തിനകത്ത് പാരസൈറ്റായിട്ട് ജീവിക്കുക. അങ്ങനെയുള്ള ഫീച്ചറുകൾ എന്തൊക്കെയായിരിക്കും? ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യുക. പാരസൈറ്റിക് അഡാപ്റ്റേഷൻസ് ഓഫ് പ്ലാറ്റി ഹെൽമിന്തസിനെ കുറിച്ചാണ് പറയുക. എന്തൊക്കെയാണ് ഇതിനകത്തുള്ള പാരസൈറ്റിക് അഡാപ്റ്റേഷൻസ്? പ്രധാനപ്പെട്ട പാരസൈറ്റിക് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് ഇവരുടെ മൗത്ത് ഭാഗത്തായിട്ട് ഹൂക്കുകളും സക്കറുകളും ഉണ്ടാകും. രക്തം ഊറ്റി കുടിക്കുന്നതിനും സക്ക് ചെയ്തെടുക്കുന്നതിനും, അതുപോലെ തന്നെ അതിനകത്ത് അവരുടെ ശരീരത്തിൽ കൊളുത്തി കിടക്കുന്നതിന്, അല്ലെങ്കിൽ മറ്റ് ജീവികളുടെ അലിമെൻ്ററി കനാലിനകത്ത് അല്ലെങ്കിൽ കുടലിനകത്ത് കൊളുത്തി കിടക്കുന്നതിനുള്ള ഹൂക്കുകളും. അപ്പം ഇതാണ് എൻ്റെ മൗത്തെങ്കിൽ ഇവിടെ ഇതുണ്ടാകും, സക്കറുകളുണ്ടാകും, പറ്റിപ്പിടിക്കുന്നതിന്. ഈ സക്കറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തം ഊറ്റി കുടിക്കുക, അതുപോലെ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതിന് വേണ്ടി. നമ്മളിപ്പോൾ കാറിൻ്റെയൊക്കെ ഗ്ലാസ്സിൽ എന്തെങ്കിലും തൂക്കിയിടാൻ വേണ്ടി നമ്മളൊരു സാധനം ഇങ്ങനെ ഒട്ടിച്ചു വയ്ക്കും. അപ്പം അതിനകത്ത് ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നില്ല. അതേപോലെയാണ് ഈ ഓർഗാനിസം മറ്റ് ജീവികളുടെ അലിമെൻ്ററി കനാലിനകത്ത് ഇങ്ങനെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഹൂക്കുകൾ കാണപ്പെടും. ഇവിടെ നിന്ന് ഇങ്ങനെ ഹൂക്കുകളുണ്ടാകും. ഈ ഹൂക്കുകൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? അവർ അതിനകത്ത് കൊളുത്തി കിടക്കും. അപ്പം പ്രസൻസ് ഓഫ് ഹൂക്സ് ആൻഡ് സക്കേഴ്സ്, ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു പാരസൈറ്റിക് അഡാപ്റ്റേഷൻ. ഇനി ഇവർക്ക് അലിമെൻ്ററി കനാലിൻ്റെ ആവശ്യമുണ്ടോ? ഇവർക്ക് അലിമെൻ്ററി കനാലിൻ്റെ ആവശ്യമുണ്ടോ? അലിമെൻ്ററി കനാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുഡ് എടുത്ത് അതിനെ ഡൈജസ്റ്റ് ചെയ്ത് അതിനകത്ത് ന്യൂട്രിയൻസ് എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ന്യൂട്രിയൻസിനെ വേർതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഴലാണ് അലിമെൻ്ററി കനാൽ എന്ന് പറയുന്നത്. ഇവർക്ക് പാരസൈറ്റുകളാണ്. ന്യൂട്രിയൻസ് അതുപോലെ തന്നെ കിട്ടുകയാണ്. മറ്റൊരു ജീവികളുടെ ബ്ലഡ് ഊറ്റിയെടുക്കുമ്പോൾ അതിനകത്ത് തന്നെ ഗ്ലൂക്കോസും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും. അവർ ഡൈജസ്റ്റ് ചെയ്ത് അതിനെ, ഇപ്പോൾ കാർബോഹൈഡ്രേറ്റാണ് ആ ജീവി കഴിച്ചതെങ്കിൽ ആ കാർബോഹൈഡ്രേറ്റിനകത്ത് ഡീകമ്പോസ് ഡൈജസ്റ്റ് ചെയ്തിട്ടുള്ള ഗ്ലൂക്കോസ് ആ രക്തത്തിനകത്തുണ്ടാകും. അതിവർക്ക് നേരിട്ട് ഉപയോഗിച്ചാൽ മതി. അങ്ങനെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് ബ്ലഡാണ് അവർക്ക് കിട്ടുക. അങ്ങനെ ബ്ലഡ് ഉപയോഗിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ന്യൂട്രിയൻസ് ഒക്കെ ഡയറക്റ്റ് ഉപയോഗിക്കുന്നവർക്ക് അലിമെൻ്ററി കനാൽ വലിയ പ്രസക്തിയൊന്നുമില്ല. അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് അലിമെൻ്ററി കനാൽ, അങ്ങനെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു അലിമെൻ്ററി കനാലോ അലിമെൻ്ററി സിസ്റ്റമോ ആവശ്യമില്ല. രണ്ടാമത്തെ പ്രത്യേകത. മൂന്നാമത്തെ പ്രത്യേകതയിലേക്ക് പോകുന്നു. ഏതാ? പാരസൈറ്റിക് അഡാപ്റ്റേഷനിൽ മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്
ഈ ജീവികളുടെ ശരീരത്തിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ക്യൂട്ടിക്കിൾ ഉണ്ടാകും, ഒരു കവറിങ് ഉണ്ട്, റെയിൻകോട്ട് പോലെ ഒരു കോട്ടിങ് ഉണ്ടാകും. ക്യൂട്ടിക്കിൾ എന്നാണ് അതിനെ പറയുക. കാരണം ഇപ്പോൾ നമ്മൾ ഇറച്ചി കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് നമ്മുടെ അകത്ത് പോയിട്ട് അകത്തുള്ള എൻസൈമുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഡീകമ്പോസ് ചെയ്യാൻ അല്ലെങ്കിൽ ദഹിച്ചു പോകും. അങ്ങനെയാണെങ്കിൽ ഇറച്ചിയായിട്ടുള്ള കണ്ടീഷനിലുള്ള ഈ വിരകൾ എന്തുകൊണ്ട് നമ്മുടെ അലിമെൻ്ററി കനാലിനകത്ത് കിടന്ന് എന്ത് ചെയ്യുന്നില്ല, ഡൈജസ്റ്റ് ചെയ്യുന്നില്ല? ഡൈജസ്റ്റ് ചെയ്യാത്തതിൻ്റെ കാരണം നമ്മുടെ എൻസൈമുകളൊക്കെ ടച്ച് ചെയ്യുന്നതിന്, അതിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ട് ഇവരുടെ ശരീരത്തിനകത്ത് എന്തുണ്ടാകും, ശരീരത്തിനെ കവർ ചെയ്തുകൊണ്ട് ക്യൂട്ടിക്കിൾ എന്ന് പറയുന്ന മെമ്പറൈൻ ഉണ്ടായിരിക്കും. ക്യൂട്ടിക്കിൾ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ടാകുമ്പം എൻസൈമുകളോ ബാക്കി കാര്യങ്ങളൊന്നും എന്ത് ചെയ്യില്ല, ആസിഡുകളോ ഒന്നും ഇതിനെ അഫക്റ്റ് ചെയ്യില്ല, ഇതിൻ്റെ ബോഡിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇവരെ ഡൈജസ്റ്റ് ചെയ്യില്ല. ഡൈജഷനിൽ നിന്ന് ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ ക്യൂട്ടിക്കിളിൻ്റെ പ്രസൻസ് ആണ്. ക്ലിയർ ആയോ? ഇനി ഇവർക്ക് ലോക്കോമോട്ടറി ഓർഗൻസിൻ്റെ ആവശ്യമുണ്ടോ? ഇവരെവിടെയെങ്കിലും സഞ്ചരിക്കുന്നുണ്ടോ? ഇവരെങ്കിലും സഞ്ചരിക്കുന്നില്ല, ഇവർ എവിടെയെങ്കിലും ഫിക്സ് ചെയ്ത് കിടന്നാണ് ഇത് സർവൈവ് ചെയ്യുന്നത്. അതുകൊണ്ട് ലോക്കോമോട്ടറി ഓർഗൻസ് ആബ്സെൻ്റ് ആയിരിക്കും. സെൻസ് ഓർഗൻസിൻ്റെ ആവശ്യമുണ്ടോ? കാരണം ഇവർ സഞ്ചരിക്കുന്നില്ല, വേറെ ഒന്നും അറിയേണ്ട കാര്യമില്ല, കറക്റ്റായിട്ട് കൃത്യമായി ഫുഡ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഹോസ്റ്റ് ഓർഗാനിസത്തിൽ നിന്ന്. അപ്പോൾ സെൻസ് ഓർഗൻസോ ലോക്കോമോട്ടറി ഓർഗൻസോ എന്തില്ല, ഇതിനകത്ത് ആവശ്യമില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പാരസൈറ്റിക് അഡാപ്റ്റേഷൻ. ഇനിയും ഉണ്ട് ക്യാരക്ടേഴ്സ്. ഇവർ റീപ്രൊഡക്ഷൻ നടത്തുന്ന സമയത്ത് ഒരുപാട് ലാർജ് നമ്പർ ഓഫ് ഓസ്പ്രിങ്സിനെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെയാണ് അല്ലെങ്കിൽ മുട്ടയിടുന്നത് ഒരുപാട് അളവിലായിരിക്കും ഇത് ഉണ്ടാക്കി വിടുക. കാരണം ഇതിനകത്ത് എത്ര പേര് സർവൈവ് ചെയ്യുമെന്നോ അല്ലെങ്കിൽ ആ ബോഡിയുടെ ശരീരത്തിൽ തന്നെ ആ ജീവിയുടെ ശരീരത്തിൽ തന്നെ എന്ത് ചെയ്യില്ല, ഈ മുട്ടകളെല്ലാം വിരിയുമെന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് അവർ ഒരുപാട് നമ്പർ ഓർഗാനിസംസിനെ ആയിരിക്കും റീപ്രൊഡക്ഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പാരസൈറ്റിക് അഡാപ്റ്റേഷൻസ് എന്ന് പറയുക. ഇതൊക്കെയാണ് ഹൂക്ക് ആൻഡ് സക്കറുകൾ പ്രസൻ്റ് ആയിരിക്കും, അലിമെൻ്ററി കനാൽ ആബ്സെൻ്റ് ആയിരിക്കും, ലോക്കോമോട്ടറി ഓർഗൻസ് ആബ്സെൻ്റ് ആയിരിക്കും, സെൻസ് ഓർഗനുകൾ ആബ്സെൻ്റ് ആയിരിക്കും, ശരീരത്തിനെ കവർ ചെയ്തുകൊണ്ട് ക്യൂട്ടിക്കിൾ എന്ന് പറയുന്ന മെമ്പറൈൻ ഉണ്ടായിരിക്കും. പിന്നെ വേറെന്തുണ്ടാവും? ഇവർ ഓസ്പ്രിങ്സിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ റീപ്രൊഡക്ഷനിലൂടെ ഒരുപാട് ഓർഗാനിസംസിനെ, നമ്പർ ഓഫ് ഓർഗാനിസംസ് എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. അടുത്തൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഇവരുടെ സെക്സുകൾ സെപ്പറേറ്റ് അല്ല. സെക്സ് ആർ നോട്ട് സെപ്പറേറ്റ്. അവർ സെപ്പറേറ്റ് ആയിട്ടുള്ള സെക്സുകളുള്ള ഓർഗാനിസം, മെയിലും ഫീമെയിലും ഒക്കെ ഓരോ ഓർഗാനിസത്തിൽ തന്നെ കാണപ്പെടും. ഫെർട്ടിലൈസേഷൻ എങ്ങനെയായിരിക്കും? ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ അത് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. ലാർവൽ സ്റ്റേജ് ഉണ്ടാകാറുണ്ട്. അപ്പം ഫെർട്ടിലൈസേഷൻ, ഇന്റേണൽ ഫെർട്ടിലൈസേഷനും ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റുമാണ് ഇവർക്കുണ്ടാകുക. ഫെർട്ടിലൈസേഷനെ കുറിച്ച്, സെക്സിനെ കുറിച്ച് അത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇനി പ്ലനേറിയ എന്ന് പറയുന്ന ഓർഗാനിസം ഇവർ എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് റീജനറേഷൻ കപ്പാസിറ്റി ഉണ്ടായിരിക്കും. എന്താണ് റീജനറേഷൻ കപ്പാസിറ്റി? ഒരു ഓർഗാനിസത്തിൻ്റെ ഏതെങ്കിലും ബോഡി പാർട്ട് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുക, വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യുക. അതിനെയാണ് റീജനറേഷൻ കപ്പാസിറ്റി എന്ന് പറയുക. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ. എസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡാണ് റീജനറേഷൻ എന്ന് പറയുന്നത്. അത് ആര് കാണിക്കാറുണ്ട്? പ്ലനേറിയ കാണിക്കാറുണ്ട്. ഇതാണ് ഈ ഫൈലത്തിനകത്ത് വരുന്ന അതിൻ്റെ പ്രത്യേകതകൾ. ഇതൊക്കെയാണ് ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പാരസൈറ്റിക് അഡാപ്റ്റേഷൻസ് ഓഫ് ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്. ഈ വെരി വെരി ഇമ്പോർട്ടൻ്റ്. ഫ്രീ ലിവിങ് ആയിട്ടുള്ള ഒരു പാരസൈറ്റിൻ്റെ ഫ്രീ ലിവിങ് ആയിട്ടുള്ള ഒരു പ്ലാറ്റിഹെൽമിന്തസിൻ്റെ പേര് പ്ലനേറിയ. റീജനറേഷൻ കപ്പാസിറ്റി കാണിക്കുന്ന ഒരു ഓർഗാനിസം പ്ലനേറിയ. ഓക്കെ, ആദ്യത്തെ എസീലോമേറ്റ് ഗ്രൂപ്പ് ഫൈലം ഏത്? നോൺ കോഡേറ്റ ഫൈലം ഏതാ? ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്. ഇതാണ് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. ഈ ഗ്രൂപ്പിനകത്ത് വരുന്ന ഓർഗാനിസംസിനെ ഒന്ന് പരിചയപ്പെടുക. പ്രധാനപ്പെട്ട ഓർഗാനിസംസ് എന്ന് പറയുന്നത് ഒരെണ്ണം നമ്മൾ പറഞ്ഞു, ആരാ? പ്ലനേറിയ എന്ന് പറയുന്ന ഓർഗാനിസമാണ്. ഇനിയുള്ള രണ്ട് ഓർഗാനിസംസ് എന്ന് പറയുന്നത്, ഒന്ന് ടീനിയ സോളിയം അല്ലെങ്കിൽ ടേപ്പ്വോം എന്ന് പറയുന്നത് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ടിപ്പിക്കൽ ഓർഗാനിസം ടേപ്പ്വോമാണ്. ശരീരം ഇങ്ങനെ നാട ആയിട്ട് വെച്ചിരിക്കുന്ന നാടവിരകൾ എന്നാണ് ഇവരെ പറയുക. ഒരു ബോഡി എന്ത് ചെയ്യുന്നത്, റിബൺ പോലെ ആയിരിക്കും അവരുടെ ബോഡി ഉണ്ടാകുക. ഒരു ഹെഡ് ഉണ്ടാകും, ബാക്കി എന്ന് പറയുന്നത് ഒരു റിബൺ പോലെ ഇങ്ങനെ പോയിട്ടുണ്ടാകും. ഈ റിബൺ പോലത്തെ ഈ ബോഡിയെ ഇവരെന്ത് ചെയ്യും, ചുരുട്ടി ഇവിടെ ഒരു ചെറിയ സ്ട്രക്ചറായിട്ട് ഇങ്ങനെ ഉരുട്ടി വെച്ചേക്കും. ഇതിന് എന്നിട്ട് എന്ത് ചെയ്യും, ഈ തലയുടെ ഇവിടെ ഹൂക്കും സക്കറുകളൊക്കെ ഉണ്ടാകും. അത് വെച്ചിട്ട് അവരുടെ അലിമെൻ്ററി കനാൽ, ഹോസ്റ്റിൻ്റെ അലിമെൻ്ററി കനാൽ എന്ത് ചെയ്യും, ഇത് കൊളുത്തിക്കിടക്കും. ടീനിയ സോളിയം അല്ലെങ്കിൽ ടേപ്പ്വോം. അടുത്ത രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഓർഗാനിസമാണ് ലിവർ ഫ്ലൂക്ക് എന്ന് പറയുന്ന ഓർഗാനിസം. ലിവർ ഫ്ലൂക്ക്. അതിൻ്റെ പേര് ഫാസിയോള എന്നാണ്. ചോദിക്കും ഫാസിയോള. അപ്പോൾ ഫാസിയോളയും ടീനിയാസോളിയവും ഇതിനകത്ത് വരുന്ന ഓർഗാനിസംസ് ആണ്. ഇത്രയേ ഉള്ളൂ ഫൈലം പ്ലാറ്റിഹെൽമിന്തസിനെ കുറിച്ച്. ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്.